കവിതയ്ക്ക് ആധാരം അഗ്നിവർണ്ണൻ, പുരാണ കഥയിലെ അഗ്നിവർണ്ണൻ. ശ്രീ കാവാലം നാരായണ പണിക്കരുടെ അഗ്നിവർണ്ണൻ്റെ കാലുകൾ എന്ന തനത് നാടകത്തെ അവലംബിച്ചാണ് കവിത, ഏറ്റവും പുതിയ കവിത അഗ്നിവർണ്ണൻ്റെ ചുരുളുകൾ. അഗ്നിവർണ്ണൻ്റെ ചുരുളുകൾ. അധികാരത്തിൻ്റെ ചുരുൾ നിവർത്തി കേവലരാമന്മാരെ ഇതിലെ എന്ന് വിദൂഷക വൃന്ദം ഉദ്ഘോഷിക്കുന്നു. ചിന്താരാമന്മാരെ കൂട്ടുപിടിച്ച് വിദൂഷകർ ഭരണഭക്തരായ ജനങ്ങളെ പതിവിൻപടി പ്രാർത്ഥനയ്ക്കായി ക്ഷണിച്ചു. സ്തുതിപാഠക വൃന്ദം ചുരുൾ വാങ്ങി സർവാധികാരിക്ക് വിജയഗീതം ആലപിച്ചു. തിരക്കുള്ള സിംഹാസനാധിപനു വേണ്ടി രാഷ്ട്രീയ ഉപദേശകൻ പരാതികൾ എഴുതി വാങ്ങി. പണ്ടിയാൾ രാജഗുരുവായി മരിച്ചൊടുങ്ങിയെങ്കിലും രാഷ്ട്രീയ ഉപദേശകനായി പുനർജനിച്ചു. ചിന്താരാമനും വിദൂഷകനും ഉപദേശകനും തടിച്ച പുസ്തകം തുറന്നു വെച്ച് ഭേദഗതി വരുത്തി ജനാധിപത്യ വഴിയടച്ചു. അഭിപ്രായ സ്വാതന്ത്ര്യം കത്രികയ്ക്ക് തിന്നാൻ കൊടുത്തു. കഴുത്തു വേണോ എഴുത്തു വേണോ എന്ന ഗില്ലറ്റ് തൂലികകൾക്ക് മുകളിൽ തൂങ്ങി നിന്നു. ജാമിയയും JNUവും അലിഗഡും കുരുക്ഷേത്ര ശാലകളായി. അഗ്നിവർണ്ണന്റെ സിംഹാസനം മോടി പിടിപ്പിക്കാൻ പണപ്പത്ര നിരോധനം. ഒറ്റ നികുതി കല്ലുകൾ പാകി ഇരിപ്പിടം സുന്ദരമാക്കി. സുഖഭോഗ രാസലീലകൾ, വീണവായനകൾ. കൊത്തുവാൾ പുതിയ നിയമപ്രമേയം പാസാക്കി. വിലക്കയറ്റം, ഇന്ധനവില, കള്ളവോട്ട്, നിയമലംഘനം, EVM വിവാദങ്ങൾ, ദേശദ്രോഹി, ആന്റി നാഷണൽ എന്നിങ്ങനെയുള്ള പേരുപട്ടങ്ങൾ അഥവാ പേരുപട്ടം. അങ്ങനെ തടിച്ച പുസ്തകം ഭേദഗതികളിലൂടെ വളർന്നു. മണിപ്പൂരും ഛത്തീസ്ഗഡും ഡൽഹിയും പിന്നെ ദൈവത്തിന്റെ നാടും പരുവപ്പെട്ടു. ഇരിപ്പിടമില്ലാത്ത മെയ്തിയും കുക്കിയും അഗ്നിവർണ്ണന്റെ കാലുകൾക്ക് കീഴേ. ഇന്റർനെറ്റ് കൊത്തുവാളിന്റെ തിരക്കഥയിൽ തിരശ്ശീലയ്ക്കുള്ളിലായി. അധികാര ഉത്തരവുകൾക്ക് തുല്യം ചാർത്തി വിദൂഷകൻ തിരുവെഴുത്തുണ്ടാക്കി. അണികളുടെ തമ്മിൽ തല്ല് കൊമ്പുവിളികൾക്കും കുഴലൂത്തുകൾക്കും മധ്യേ അടങ്ങി ഒടുങ്ങി. ചിന്താരാമൻ വായനക്കൊടുവിൽ തടിച്ച പുസ്തകം മടക്കി വെച്ചു. പണ്ടേതോ അധമന് അബദ്ധം പറ്റിയതെന്ന് മുരണ്ടു. തിരുത്തിക്കൊണ്ടേയിരിക്കണം. വെട്ടേണ്ടത് വെട്ടിയും തിരുത്തേണ്ടത് തിരുത്തിയും ചേർക്കേണ്ടത് ചേർത്തും ചുരുൾ തടിച്ചു തന്നെ ഇരിക്കണം. സമത്വം വെട്ടി, സാഹോദര്യം വെട്ടി, സ്വാതന്ത്ര്യവും വെട്ടി, മതേതരത്വം തുണ്ടുതുണ്ടാക്കി. ആ താളിൽ വജ്രദേഹ സംഘം തെരുവ് ഭരിക്കാൻ ഉത്തരവിട്ടു. ആ താളിൽ വജ്രദേഹ സംഘം തെരുവ് ഭരിക്കാൻ ഉത്തരവിട്ടു. ആസാദി ആദിവാസിയായി തന്നെ തുടരട്ടെ എന്നും. മതപരിവർത്തനവും മനുഷ്യക്കടത്തും അവർക്ക് ആയുധങ്ങൾ. മുറ്റമടിക്കുന്ന ചൂലും കിണ്ടിയിൽ വെള്ളവുമായി അടിച്ചുതള്ളിക്കാരി വന്നു. അധികാരത്തിന്റെ ജീർണത പേറിയ EGN തൊഴുത്ത് ആര് വൃത്തിയാക്കും? മറുമൊഴി: EGN തൊഴുത്ത് വൃത്തിയാക്കുകയാണ് നമ്മുടെ ധർമ്മം, കവികളുടെയും ധർമ്മം, ഓരോ ഭാരതീയന്റെയും ധർമ്മം. ക്ലീൻ ദ EGN സ്റ്റേബിൾ ഇൻ എ സിംഗിൾ ഡേ. വൈകരുത്. നന്ദി. എല്ലാവർക്കും ഓണാശംസകൾ. നന്ദി.